നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭർത്ത രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്, ദിനംപ്രതി ശക്തമാവുകയാണ് പല രീതിയിലും. എന്നാൽ ഈ സംഭവം നടന്ന ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? തീർച്ചയായിട്ടും ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളോട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഇവരെല്ലാം ഇന്ത്യ മുന്നണിയാണെന്നേ. ഈ ഛത്തീസ്ഗഡിൽ CPM-ന്റെ ഘടകം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല ഉണ്ടോ എന്ന്, അവരെന്താണ് അവരുടെ അഭിപ്രായം എന്നറിഞ്ഞാൽ കൊള്ളാം. അവരുടെ ഞാൻ ഈ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കി, ഒരു എന്താണ് ഛത്തീസ്ഗഡ് ഘടകത്തിൻ്റെ ഒരു പോസ്റ്റ് പോലും ഈ പ്രശ്നത്തിൽ വന്നിട്ടില്ല. രണ്ടാമത്തത്, ഛത്തീസ്ഗഡ് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഇത്രയും കാലം? കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. യഥാർത്ഥത്തിൽ ആൻറ്റി കൺവെൻഷണൽ ലോ എന്ന് പറയുന്ന നിയമം അവിടെ പാസ്സാക്കിയത് ഈ പറയുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഒരു ആൻറ്റി കൺവെൻഷണൽ നിയമം അവിടെ പാസ്സാക്കേണ്ടി വന്നത്? ഛത്തീസ്ഗഡ് പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നിരവധിയായിട്ടുള്ള ബാക്ക്വേർഡ് പീപ്പിൾസ് ജീവിക്കുന്ന സ്ഥലമാണ്, ആദിവാസി മേഖലയാണ്. ഈ ആദിവാസി മേഖലയിൽ തന്നെ നിരവധിയായിട്ടുള്ള നക്സൽ ആക്രമണങ്ങൾ നടന്ന സ്ഥലമാണ്. അതായത് കോൺഗ്രസിൻ്റെ തന്നെ മുൻ കേന്ദ്രമന്ത്രിമാരെ നടു റോഡിൽ വെച്ച് വെടിവെച്ച് കൊന്ന സ്ഥലമാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. അവിടെ അമിത്ഷാ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന നക്സലൈറ്റുകളെ നിലക്കി നിർത്താൻ ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അവിടെ ഭരണം BJP-യുടെ കയ്യിലേക്ക് എത്തിയത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുവരെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഈ പറയുന്ന കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ആണ് മതമാറ്റം, അതായത് നിർബന്ധപൂർവം മതപരിവർത്തന നിരോധന നിയമം അവിടെ കൊണ്ടുവന്നത്. അവിടെ നിർബന്ധപൂർവ്വം മതം മാറ്റലിനെതിരായിക്കൊണ്ട് നിയമം പാസ്സാക്കിയത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അവർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അതെ, അതായത് ഛത്തീസ്ഗഡിൽ കൃത്യമായി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ആരെങ്കിലും സുവിശേഷ പ്രസംഗങ്ങൾക്കോ സുവിശേഷ പ്രവർത്തനങ്ങൾക്കോ മിഷണറി പ്രവർത്തനങ്ങൾക്കോ എതിരാണോ? അല്ല, അവർ അത് നടത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് പറയുന്നത്, ഞാൻ പേഴ്സണലായി പള്ളിയിൽ പോകുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ മതപരമായ കാര്യങ്ങൾ ഞാൻ മാറാറില്ല, എൻ്റെ ആചാര സംബന്ധമായ കാര്യങ്ങൾ ഞാൻ മാറാറില്ല. പക്ഷേ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഒരിക്കലും ഞാനൊരു ക്രിസ്ത്യാനിയെ ഹിന്ദുവിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിക്കാറില്ല. എല്ലാ ദൈവങ്ങളും എല്ലാത്തിൻ്റെയും പുറകിലൊരു ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ ബേസിക് ആത്മീയതയുണ്ട്. അതാണ് സനാതനത്തിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാതെ അവിടെ പോയിട്ട് ഈ പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്കിടയിലേക്ക് കയറി അവരുടെ ദാരിദ്ര്യമുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട്, നക്സൽ വിഷയങ്ങളുണ്ട്, ഇവരുടെ ഇടയിലൊക്കെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന യേശുവിൽ മാത്രമാണ് രക്ഷയുള്ളൂ, നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് അവർക്ക് ജോലി ഓഫർ ചെയ്ത്, വീട് ഓഫർ ചെയ്ത്, കാർ ഓഫർ ചെയ്ത് ഇവരെ കൊണ്ടുവരാൻ. ഇത് കേൾക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോവും. ഇവർ പറയുന്ന മാതാപിതാക്കൾ വിചാരിക്കുന്നത് ഞങ്ങളുടെ ജീവിതമോ ഇങ്ങനെയായി, ഞങ്ങളുടെ മക്കളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് ാണ് ഇവർ ഈ രീതിയിലോട്ട് പോകുന്നത്. ആ പ്രശ്നത്തിൽ ഛത്തീസ്ഗഡിൽ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആന്റി കൺവെൻഷണൽ ലോ പാസ്സാക്കിയത്. ഈ ആന്റി കൺവെൻഷണൽ ലോ എന്തിനവിടെ കോൺഗ്രസ് പാസ്സാക്കി എന്നതിന് ഇവിടത്തെ ഈ പറയുന്ന ക്രിസ്ത്യൻ സ്നേഹം നടിച്ചുകൊണ്ടിരിക്കുന്ന BJP-ക്കെതിരെ മാത്രമായതുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സ്നേഹം നടിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയണ്ടേ? എന്തുകൊണ്ട് ഇവർ മറുപടി പറയുന്നില്ല? ഇവിടുത്തെ സൈബർ ആളുകൾ എന്താ മറുപടി പറയാത്തത്? ഇനി അന്ന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അവിടെ കേസുകൾ എടുത്തു. അവിടെ ഇതേ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഭൂപേഷ് ബാഗൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അതായത് കോൺഗ്രസിന്റെ സീനിയർ നേതാവ്, ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ എത്ര ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത്? 3 വൈദികരെ അറസ്റ്റ് ചെയ്തു, 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, കൂടുതൽ പേർക്കെതിരെ കേസുകൾ എടുത്തു. ഏതാണെന്നറിയോ? മനുഷ്യക്കടത്ത്, മതം മാറ്റം, ഈ പറഞ്ഞ ആന്റി കൺവെൻഷണൽ ആക്ട് അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്തേ കരഞ്ഞില്ല? ഇവിടുത്തെ KCBC-യും സഭയും കൂടെ എന്തുകൊണ്ട് നിലവിളിച്ചില്ല? രാജ്യവ്യാപക പ്രക്ഷോഭം എന്തേ ഉണ്ടായില്ല? ഇനി കന്യാസ്ത്രീകളായതുകൊണ്ട് അവർക്ക് നിയമം പാടില്ല എന്നാണോ? ശരി, നാളെ ഏതെങ്കിലും ഒരു സന്യാസി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തിട്ട് വന്നു, ശരി ഞാൻ സന്യാസിയാണ്, എന്നെ അറസ്റ്റ് ചെയ്യരുത്, ഹിന്ദു സംഘടനകളെല്ലാം കൂടെ അങ്ങ് ഇറങ്ങുകയാണ്. അയ്യോ, അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു സന്യാസി, കപട സന്യാസി എന്തെങ്കിലും ചെറ്റത്തരം കാണിക്കുമ്പോൾ ഈ കാണുന്ന ആശ്രമങ്ങളും കാവ്യ കൊടുത്തവരെ എല്ലാവരെയും ആക്രമിച്ചവരാണ് ഇവിടുത്തെ DYFI-ക്കാർ. അതും കൂടെ മനസ്സിലാക്കണ്ടേ? അതായത് ഒരു സന്യാസി, അതാണ് സന്തോഷ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അന്ന് കേരളത്തിലെ ആശ്രമങ്ങൾക്ക് നേരെ എല്ലാം മാർച്ച് നടത്തി, മാർച്ച് നടത്തി. അതേ DYFI-ക്കാര് ഇന്ന് അവിടെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അവിടെ പോലീസാണ് കേസെടുത്തത്, കോടതിയിലാണ് കാര്യമുള്ളത്.
കോടതിയും ഹൈക്കോടതിയും ഉൾപ്പെടെയുള്ള കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് പോകുന്ന ഞാൻ സെഷൻസ് കോടതി തള്ളി, ഇനിയിപ്പം ഇപ്പോഴത്തെ കോർട്ട് തള്ളിയാൽ ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരും. അത്തരം നിയമപ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യത്തെ ഇവിടെ ഇന്ന് CPM-ന്റെ ബ്രാഞ്ച് തലങ്ങളിൽ പ്രതിഷേധമാണ്. എന്തിനാണെന്നറിയോ? ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഛത്തീസ്ഗഡിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ കള്ളക്കേസാണെന്ന് വിചാരിച്ചോ? കള്ളക്കേസാണെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും കോടതിയിൽ നിൽക്കുമോ? അത് തെളിവില്ലെങ്കിൽ പുഷ്പം പോലും ഇവർക്ക് ഇറങ്ങിപ്പോരാ. ഇനി സുപ്രീം കോടതിയിൽ പോകാമല്ലോ, ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാമല്ലോ. സുപ്രീം കോടതി ചോദിക്കൂലേ പോലീസിനോട്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്, എന്ത് തെളിവാണുള്ളത്? ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്താ ഉയരുന്നതെന്നറിയോ? അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഈ 3 പെൺകുട്ടികളുടെ മതം എന്തായിരുന്നു? ഇവർ ക്രിസ്ത്യാനികളായിരുന്നോ അതോ ഹിന്ദുക്കളായിരുന്നോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. വാർത്തകളിൽ എനിക്ക് മനസ്സിലായത് അവർ പ്രൊട്ടസ്റ്റന്റുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെ, ഈ പ്രൊട്ടസ്റ്റന്റുകളാണ് എന്ന് പറയുന്നു. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നത് പണ്ടുപോലെ നമുക്കറിയാം, ഇവിടെയുള്ള ചില സഭകളുണ്ട്. എന്താണ് ഈ നമ്മുടെ ഈ പാട്ട് പാടിയൊക്കെ നടക്കുന്ന ആ സഭയുടെ പേര് എനിക്ക് കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. പെന്തക്കോസ്റ്റ്. ആ പെന്തക്കോസ്റ്റ് സഭ പോലത്തെ ഒരു സമൂഹമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന് പറയുന്നത്. ഈ മതം മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന സഭയാണ്. ഈ ആളുകളെ മതം മാറ്റിയ ശേഷം അവിടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പറയുന്നു, അവരുടെ ഔദ്യോഗിക രേഖകളിൽ ഈ മതം മാറിയത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ ഒരു ഫാദർ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടത് മാറ്റുന്നില്ല എന്ന് വെച്ചാൽ, അവർക്ക് റിസർവേഷൻ കിട്ടുന്നത്, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അവർ ലീഗലി നിയമപരമായിട്ട് ഈ മതം മാറിയതായി അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവർ ബേസിക്കലി അപ്പോൾ നിയമപരമായി അവർ ഏത് മതത്തിലാണെന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ചുരുക്കി പറഞ്ഞ കാപട്യമാണ്, നിയമത്തെ പറ്റിക്കുകയാണ്, നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തിയത്. ഈ മതം മാറി, പ്രൊട്ടസ്റ്റന്റ് വഴി മതം മാറി അവരെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് പിടിക്കപ്പെടുന്ന സമയത്ത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നു. ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന സമയത്ത് അവരുടെ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവർ ക്രിസ്ത്യാനികളല്ല, ഇവരുടെ മതം ഏതാണ്, അവരുടെ കാര്യങ്ങൾ എന്താണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, അയ്യോ അവർക്ക് റിസർവേഷൻ കിട്ടാതായി പോകുമല്ലോ, ഇത്രയും റിസർവേഷൻ കിട്ടുന്ന ഒരു മതം അവിടെയാണെങ്കിൽ ആ മതത്തിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ച പോരെ. ഇനി അതുമല്ല, ഇവർ നിയമപ്രകാരം മതം മാറിയ ആളുകളാണെങ്കിൽ ഇവരുടെ രേഖയിൽ അത് കൊടുക്കണ്ടേ? സർക്കാരിന് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യമാണ് ചെയ്തത്, നിയമത്തെ പറ്റിച്ചു, അതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ഹിന്ദു മതത്തിൽ നിന്ന് എനിക്ക് ക്രിസ്ത്യൻ മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ പോകണമെങ്കിൽ ഇവിടത്തെ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി എനിക്ക് മതം മാറാം. അത് ആ മതം മാറി എന്നുള്ളത് ഞാൻ സർക്കാരിനെ അറിയിക്കണം, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ തിരുത്തണം. അല്ലാതെ എനിക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല അവിടെ. ഇവിടെ കിടന്ന് ഈ ഭൂലോക സംസാരിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടുത്തെ CPM-കാരും ചില BJP-ക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ അറിയാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. കാരണം ഈ മതം, നമുക്ക് ഏത് ആൾക്കും മതം മാറാം, പക്ഷെ നിർബന്ധപൂർവ്വം മതം മാറ്റുന്നത് തെറ്റാണ്. മതം മാറിയ ശേഷം അത് കൃത്യമായി രേഖപ്പെടുത്താത്തത് തെറ്റാണ്. മതം മാറിയിട്ട് കഴിഞ്ഞ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ സംവരണം വാങ്ങാൻ നിർബന്ധിക്കുന്നതും സംവരണം വാങ്ങുന്നതും തെറ്റാണ്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ തെറ്റാണ്. കേരളത്തിൽ ഇതുപോലത്തെ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലേ? അത് കേരളവുമായി ബന്ധപ്പെട്ട കേസുകൾ അതിലേക്കാണ് ഒന്നും കൂടി ഞാൻ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭൂപേഷ് ബാഗലിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അവിടെ ഈ നിയമം പാസാക്കി അവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. അന്ന് ഒരു തരത്തിലുമുള്ള എന്തുണ്ടായിട്ടില്ല, ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ ഘടകം ഒരു പോസ്റ്റ് പോലും ഈ കാര്യത്തിൽ ഇടാത്തത്? ഇനി നിർബന്ധിച്ചിടിക്കുണ്ടാവും, എനിക്കറിയില്ല. ഇന്നേ വരെ വേണ്ടിയിട്ടില്ല. അവിടെ ഈ കാര്യത്തിൽ മിണ്ടിയിട്ടില്ല. അവിടുത്തെ സാഹചര്യം വേറെയാണ്, സിറ്റുവേഷൻ വേറെയാണ്. അത് കൃത്യമായി അറിയുന്ന ആളുകൾ തന്നെയാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കേരളത്തിലെ സിറ്റുവേഷൻ അല്ല ഛത്തീസ്ഗഡിലുള്ളത്. അവിടെ പൊതുബോധം ഇതിനെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഗോവയിൽ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഇങ്ങനത്തെ പ്രശ്നമില്ലാത്തത്? ഇവിടെ മറ്റു പല സ്ഥലങ്ങളിലും എന്താ ഇങ്ങനെ പ്രശ്നമില്ലാത്തത്? ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇനി കേരളത്തിലേക്ക് വന്നാൽ 2022-23 സമയത്താണെന്ന് തോന്നുന്നു, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 കന്യാസ്ത്രീകൾ വന്നിറങ്ങുന്നു. അവരോടൊപ്പമുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് ഇവരെ കണ്ട സമയത്ത് ഇവരെ സംശയം തോന്നി അവർ പോലീസിൽ അറിയിക്കുന്നു. പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ കൃത്യമായി മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. മനുഷ്യക്കടത്തിന്, മതപരിവർത്തനത്തിനുമെതിരെയാണ് അന്ന് കേരള സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ കോടതിക്കാരെ വെറുതെ വിട്ടു. കാരണം തെളിവുകൾ കൃത്യമായി ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന ഒറ്റ കാരണത്തിലാണ് വെറുതെ വിട്ടിരിക്കുന്നത്. പക്ഷേ കേസെടുത്തല്ലോ. അന്ന് ഈ പറയുന്ന UDF-ഉം അന്ന് ഈ പറയുന്ന LDF-ഉം സഭകളും കൂടുതൽ സമരം ചെയ്തായിരുന്നോ? ഇല്ലല്ലോ, സമരം ചെയ്തില്ല. ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ ഇവർ എന്ത് ചെയ്തു? സമരം ചെയ്തായിരുന്നോ? സമരം ചെയ്തില്ല. ഇത് കൃത്യമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും മനസ്സിലാക്കി ചില അച്ഛന്മാരും ചില പാതിരിമാരും എല്ലാം കൂടെ ചേർത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീങ്ങുകയാണ്. ഈ തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്. ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട് പോകുന്ന
പോകുന്നതിനും അവരെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചു നിർത്തുന്നത് ഭാരതമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ നേരിടുന്നത് എന്താണെന്നറിയോ? പള്ളി കോങ്കോയിൽ 50 പേര് പൊട്ടിച്ചെതറി കഴിഞ്ഞ ദിവസം ആ IS ഭീകരരുടെ നേതൃത്വത്തിൽ. ഈ യൂറോപ്പിലൊക്കെ ഈ പറയുന്ന പല ആളുകളും കടന്നുകൂടിയിട്ട് അവരെ അടിച്ചു പുറത്താക്കാനുള്ള ശ്രമമാണ്. അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ് ഈ ആളുകൾക്കെതിരെ കൊണ്ട്. ഇതൊന്നും ഇവർക്ക് ബാധകമല്ല. ഹഗിയ സോഫിയ പള്ളി ക്രിസ്ത്യൻ ദേവാലയം മുസ്ലിം ദേവാലയമാക്കിയപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം ഉണ്ടാത്ത അച്ഛന്മാരാണ് ഇവിടെ ഇരുന്നിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ CPM ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയപരമായി എന്ത് ചെയ്യാണ്? ഒരു കൃത്യമായ ഒരു കളി ഇതിനകത്ത് കളിക്കുന്നു. അടിസ്ഥാനപരമായി ഇന്ത്യയിലെ പകൽഗാം ആക്രമണം നടന്ന സമയത്ത് പോലും ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്താത്ത ആളുകൾ ഇന്ന് അവിടെ ന്യൂനപക്ഷത്തെ വേട്ടയാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാണ്? പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ബസ്സിൽ 2 കുട്ടികളെയും കൊണ്ട് ഒരു നാടോടി സ്ത്രീയെ കണ്ടപ്പോൾ സംശയം തോന്നി പിടിച്ചു കൊടുത്ത ചരിത്രങ്ങളുണ്ട്. ഒരു കന്യാസ്ത്രീയുടെ കൂടെ ഹിന്ദുക്കളാണ് എന്ന് തോന്നുന്ന ആളുകളെ കണ്ടു കഴിയുന്ന സമയത്ത് സംശയം തോന്നി, നമ്മുടെ ഒറ്റപ്പെട്ട സ്ഥലമാണ്, സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ഇടപെടുകയും ചോദ്യം ചെയ്യില്ലേ? ചെയ്യും. ഇവിടുത്തെ ആളുകൾ ഇനി പുറത്തു നിന്ന് ആരെങ്കിലും ഇവിടെ വന്നാൽ അവൻ അന്യ സംസ്ഥാനക്കാരാണ്, അവൻ ഓടിക്കണം എന്ന് പറയുന്ന പ്രബുദ്ധ മലയാളിയാണ് ഇവിടെ ഉള്ളത് എന്ന് ഓർക്കണം. ഇതൊന്നും ഛത്തീസ്ഗഡിൽ ബാധകമല്ല എന്നാണോ ഇവർ പറയുന്നത്? അത് പറയുന്ന കാര്യം നടക്കില്ല. ഇനി ഇതൊന്നുമല്ല ഇവരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞാൽ കൃത്യമായി കോടതിയിൽ പോവാം. കൃത്യമായി കോടതിയിൽ പറഞ്ഞ് ഇതിൽ നിന്ന് മോചനം നേടി ഈ കേസെടുത്ത പോലീസിനെതിരെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെതിരെയും കേസ് കൊടുക്കാം. അതൊന്നും പോരാ. ഇവർ പറയുന്നതെന്നറിയോ? അവിടെ ജനങ്ങളാണ് കോടതി, അവിടെ കോടതിയൊന്നുമല്ല എന്നൊക്കെയുള്ള കുട്ടായ്പ ന്യായീകരണങ്ങൾ ഇറക്കുകയാണ്. എന്നിട്ട് ഇന്നലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട എന്താണെന്നറിയോ? ഒരു സഹോദരൻ വന്നിട്ട് ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് നിങ്ങൾ എന്തിനാണ് അവിടെ മതപരിവർത്തനത്തിന് പോകുന്നത്? ഞാനും ഒരു RC-യാണ്, വെറുതെ പറയിപ്പിക്കരുത്. അതായത് റോമൻ കത്തോലിക്ക എന്നുള്ള ഉദ്ദേശം പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് അവരുടെ ഭരണഘടനാപരമായ അവകാശമല്ലേ അവർ വിനിയോഗിക്കുന്നത്? നോക്കുമ്പോൾ ഞാൻ പേര് നോക്കി, അബൂബക്കർ. മനസ്സിലാക്കണം. അബൂബക്കർ വന്നിട്ട് പറയാണ്, അതെ ഇവന്റെയൊക്കെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണോ അല്ലേ, അവകാശമാണോ അല്ലേ എന്ത് ഈ നിർബന്ധിത മതപരിവർത്തനം? ഇങ്ങനെ സുഡാപ്പികൾക്ക് ഈ പറയുന്ന ക്രിസ്ത്യൻ സ്നേഹം അങ്ങേയറ്റം കവിഞ്ഞൊഴുകുക എന്ന് പറയില്ലേ, അത് ഒഴുകിക്കൊണ്ടിരിക്കുക. പാലാപ്പള്ളിയിലെ ബിഷപ്പിന് നേരെ സമരവുമായിട്ട് പോയി RSS കാവൽ തന്നെ. നേരെ തിരിച്ച് പൂഞ്ഞാറിൽ വൈദികനെതിരെ കയ്യേറ്റം ചെയ്യാൻ പോയി, പ്രശ്നമായല്ലോ. മൂവാറ്റുപുഴയിൽ പള്ളിക്ക് നേരെ അവിടെ നടത്തുന്ന ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിസ്കാരത്തിന് സമയം വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. കാസർഗോഡ് മേരി മാതയുടെ പ്രതിമ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭീഷണിപ്പെടുത്തി. ഇതൊക്കെ നടക്കുന്നു. ലവ് ജിഹാദിന്റെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊന്നും പ്രതിഷേധമില്ല. ഇപ്പം ഒറ്റയടിക്ക് BJP മോശമാണ്. എന്നിട്ടും കേരളത്തിലെ BJP നേതാക്കന്മാർ ഹിന്ദു ഐക്യവേദിനെ തള്ളി പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും സത്യത്തിന്റെ വഴിക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ. യാഥാർത്ഥ്യം അന്വേഷിച്ച് മാത്രമേ നിലപാടെടുക്കാവൂ. ഇവർ പണ്ട് ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ NRC വന്നല്ലോ, NRC ഒക്കെ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം, CA NRC വന്ന സമയത്ത് പറഞ്ഞ മുസ്ലിങ്ങളെ ആകെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയി തട്ടാൻ പോവുകയാണ്. എന്നിട്ടും ഇവിടെ ആരും ഇല്ലേ? ഇതേ ഡയലോഗ്, ഇതേ കാര്യം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.